കണ്ണൂരാണ്. കണ്ണൂർ എപ്പോഴും CPM-ന് നേരത്തെ പറഞ്ഞതുപോലെ സംഘടനാ സംവിധാനം വളരെ ശക്തമായ ഒരുപാട് വളക്കൂറുള്ള ഒരു മണ്ണാണ്. അവർ അവിടുത്തെ ഏറ്റവും വലിയ കരുത്തൻ MB ജയരാജനെ മത്സരരംഗത്ത് ഇറക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. MB ജയരാജൻ ഒരുപക്ഷെ അവിടെ അത്തരത്തിൽ വന്ന് അദ്ദേഹം ജില്ലാ സെക്രട്ടറി സ്ഥാനമൊക്കെ ഒഴിയാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. അങ്ങനെ ഒരു തീരുമാനമുണ്ടായിട്ടുണ്ട്. പകരം ആര് എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ജയരാജൻ അവിടെ ശക്തനായ സാന്നിധ്യമാണ്. കാരണം നമുക്കറിയാം കണ്ണൂരിൽ KPCC അധ്യക്ഷൻ സുധാകരൻ ജയിച്ചു വന്ന മണ്ഡലമാണ്. സുധാകരൻ മത്സരരംഗത്തുണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ വലിയ രാഷ്ട്രീയ പോരാട്ടത്തിനാണ് കണ്ണൂർ സാക്ഷ്യം വയ്ക്കാൻ പോകുന്നവനും. കണ്ണൂരിൽ ജയരാജന്മാർ 3 ജയരാജന്മാർ, EP ജയരാജൻ, MB ജയരാജൻ, അങ്ങനെ അപ്പം P ജയരാജന്മാരുടെ ഒരു നാട് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. 3 ജയരാജന്മാരും 3 തരം പ്രകൃതമുള്ളവരാണ്. ഏതായാലും അതിൽ എനിക്ക് തോന്നുന്നത് EP സൗമ്യനാണെങ്കിലും അദ്ദേഹം ചിലപ്പോഴൊക്കെ ദേഷ്യപ്പെടുന്നുണ്ട്. MB ജയരാജൻ എന്ന് പറയുമ്പോൾ നമുക്ക് അദ്ദേഹം എപ്പോഴും ഒരു സൗമ്യമായൊരു മുഖം അദ്ദേഹത്തിനുണ്ട്. CPM-ൻ്റെ ഒരുപക്ഷെ കണ്ണൂരിലെ എന്നാൽ അതേസമയം MB ജയരാജൻ ശക്തമായ ഒരു നേതാവ് എന്ന നിലയിൽ CPM-നെ പ്രതിരോധിക്കാൻ എല്ലാ ഘട്ടത്തിലും മുന്നിൽ വന്നിട്ടുള്ളൊരു ആൾ കൂടിയാണ്. നമുക്ക് അറിയാം, അവിടെ കണ്ണൂരിൽ മാധ്യമപ്രവർത്തകർ തമാശയായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഈ പണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ് എന്തോ ഒരു തീരുമാനമെടുത്തപ്പോൾ അതിനെതിരെ MB ജയരാജേട്ടൻ അവിടെ വാർത്താസമ്മേളനം വിളിച്ച് ജോർജ് ബുഷിനെ താക്കീത് ചെയ്തു എന്നൊക്കെ. അപ്പോൾ അങ്ങനെ എല്ലാ വിഷയങ്ങളിലും അദ്ദേഹത്തിന് ഒരു അഭിപ്രായമുണ്ട്. അദ്ദേഹം അത് കൃത്യമായി പറയുന്ന ഒരു നിലപാട് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം പിന്നെ DYFIയുടെയൊക്കെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. എടക്കാട് മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം MLA ആയി ജയിച്ചത്. എടക്കാട് മണ്ഡലത്തിലാണ്. എടക്കാട് മണ്ഡലത്തിലായിരുന്നു ആദ്യം സുധാകരൻ പിന്നെ താമസിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഒക്കെയുള്ള ഒരു എന്താ പറയുക, അദ്ദേഹത്തിൻ്റെതായ ഒരു മികവ് അദ്ദേഹത്തിന് അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സംസ്ഥാന സമിതി അംഗമെന്ന നിലയിൽ അദ്ദേഹം ഒരു നിയമ ബിരുദധാരിയാണ്. പിന്നെ എന്നാൽ MB ജയരാജൻ കുടുങ്ങിയത്ര വിവാദങ്ങളിൽ ഒരു CPM നേതാവും കുടുങ്ങിയിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ പലതരം, അത് ഒട്ടും ഒരുപക്ഷെ വലിയ അഴിമതി അങ്ങനെയുള്ള കാര്യങ്ങളല്ല, പക്ഷേ ഈ ശുംഭൻ പ്രയോഗം അതിലൊന്ന് ആണ്. രഞ്ജിത്തിന് ഓർമ്മയുണ്ടാവില്ല, സ്വാഭാവികമായി മാധ്യമപ്രവർത്തകർ നമ്മൾ പലപ്പോഴും കോടതി വരാന്തയിൽ നിന്ന് ചിരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ശുംഭൻ എന്നാൽ ശോഭയുള്ളവൻ എന്നാണ് ഉദ്ദേശിച്ചതെന്നൊക്കെ തരത്തിൽ അദ്ദേഹത്തിൻ്റെ വാദം കോടതിയിലുണ്ടായിരുന്നു. മാത്രമല്ല അത് ഈ വഴിയോര ഇത് ബാൻ ചെയ്യുന്നതിൻ്റെ, വഴിയോരത്തുള്ള യോഗങ്ങൾ, രാഷ്ട്രീയ യോഗങ്ങൾ ബാൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായൊക്കെയാണ് അങ്ങനെ വന്നിട്ടുള്ളത്. സ്ഥാനാർത്ഥി തന്നെയാണ് കണ്ണൂരിൽ അവതരിപ്പിക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ തന്നെയായി ജയരാജൻ മാറുക. അത് നമ്മുടെ ഇപ്പോൾ KPCC അധ്യക്ഷൻ മത്സരിക്കുമെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ കണ്ണൂരിൽ ഒരു തീപാറും പോരാട്ടം തന്നെ നടക്കും എന്ന കാര്യത്തിൽ. ആലപ്പുഴയിലേക്കൊന്ന് പോകണം മനു. നമ്മൾ ആലപ്പുഴയിൽ നേരത്തെ ആരിഫിനെതിരെ ജില്ലാ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വലിയ എതിർപ്പുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ആരിഫ് ഒരു പക്ഷേ മത്സരിച്ചേക്കില്ല എങ്കിൽ ആര് എന്ന ചോദ്യം ഉയർന്നു. സുധാകരൻ്റെ പേര് പോലും അവിടെ ഉയർന്നു വന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ കാര്യങ്ങൾ കറങ്ങിത്തിരിഞ്ഞ് ആരിഫിലേക്ക് എത്തിയിരിക്കുന്നു. ആരിഫ് കണ്ണിലൊരു തരി എന്ന് പറയുന്ന പോലെ കഴിഞ്ഞ തവണ 19 മണ്ഡലങ്ങളിലും UDF ജയിച്ചപ്പോൾ ആലപ്പുഴയിൽ മാത്രം CPM-നെ കേരളത്തിൽ പിടിച്ചു നിർത്തിയ ഒരു സ്ഥാനാർത്ഥിയാണ്. ആ പ്രാധാന്യം സംസ്ഥാന നേതൃത്വം ആരിഫിന് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരിഫ് തന്നെ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാകും. കാരണം അവിടെ KC വേണുഗോപാൽ വരുമെന്നായിരുന്നു പറഞ്ഞു കേട്ടിരുന്നപ്പോൾ വരില്ല എന്ന് കേൾക്കുന്നു. ഏതായാലും അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ആരിഫിന് ഒരു മേൽക്കൈ ഉണ്ട്. കഴിഞ്ഞ തവണ അദ്ദേഹം രംഗത്തുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആരിഫിന് അവിടെ ഒരു എന്തായാലും ആരിഫ് തന്നെ മത്സരിക്കും എന്ന തരത്തിലാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരും കേൾക്കുന്നുണ്ട്. അത് KC വരാത്തൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായി രാഹുൽ മാങ്കൂട്ടത്തിൽ വരും. അവിടെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ചലച്ചിത്ര താരത്തേക്ക് പരീക്ഷിക്കാനും കോൺഗ്രസ് വരുമെന്നൊക്കെയുള്ള പലതരം അഭിപ്രായങ്ങളൊക്കെ. നമുക്ക് ഇടുക്കിയിലേക്ക് കൂടി ഒന്ന് പോകണം. ഇടുക്കിയിൽ നമുക്കറിയാം കഴിഞ്ഞ തവണ ഡീൻ കുര്യാക്കോസ് ആണ് ജയിച്ചത്. ജോയിസ് ജോർജ് അവിടെ MP ആയിരുന്നു. ജോയിസ് അവിടെ ശക്തനായ സാന്നിധ്യമുള്ള ആളാണ്. മറ്റൊരാളെ, ജോയിസിനേക്കാൾ മികവുള്ള ഒരാളെ അവിടെ CPM-ന് അവതരിപ്പിക്കാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ല, അവിടെ നമുക്കറിയാലോ ഈ ഹൈ റേഞ്ച് സംരക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ ജോയിസ് ഇടത് സ്വതന്ത്രമായി വരികയൊക്കെ ചെയ്യുന്നത്. കൺസൂരി റംഗൻ റിപ്പോർട്ടൊക്കെ അന്ന് വലിയ ചർച്ചയായിരിക്കുമ്പോഴാണ് മലയോര ജനതയുടെ ഒരു ആശങ്കയ്ക്ക് പരിഹാരം എന്ന തലത്തിൽ വരുന്നത്. അപ്പോൾ അന്ന് ഈ PT തോമസിൻ്റെ ഒരു സ്ഥലമാണല്ലോ. PT തോമസ് ജയിച്ചിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന്
അവിടെ 3,00,000 വോട്ടിന് PT ജയിച്ചൊരു സ്ഥലത്താണ് പിന്നെ ഡീൻ കുര്യാക്കോസ് 50,000 വോട്ടുകൾക്ക് തോൽക്കുന്നത്. എന്തുകൊണ്ടാണെന്നൊക്കെ ചൊല്ലിയുള്ള വലിയ തർക്കങ്ങൾ അന്ന് ഉണ്ടായിരുന്നു. ഏതായാലും ഇടുക്കിയുടെ ഒരു സ്ഥാനാർത്ഥി എന്ന് വേണമെങ്കിൽ നമുക്ക് ജോയ്സ് ജോർജിനെ വിശേഷിപ്പിക്കും. കാരണം മുമ്പൊക്കെ ഇടുക്കിക്ക് പുറത്തുള്ള ആളുകളാണ്, ഇപ്പോൾ CMM ലോറൻസ് ആയാലും ഫ്രാൻസിസ് ജോർജ് ആയാലും ഒക്കെ മുമ്പുള്ള പാലാ KM മാത്യു തൊട്ട് AC ജോസും PJ കുര്യനും CM സ്റ്റീഫനും ഒക്കെ ഇടുക്കിക്ക് പുറത്തുള്ളവരായിരുന്നു. അവരൊക്കെ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. ഏതായാലും ഈ ഹൈറേഞ്ച് സംരക്ഷണ സമിതിക്ക് ഇപ്പോഴും സ്വാധീനമുണ്ട്, ജോയ്സിനോട് സ്വാധീനമുണ്ട്.